വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്താ, ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു ഡിന്നർ ഡേറ്റ് പോവാണ്. ഞങ്ങൾ ഒരു ഡിന്നർ കഴിക്കാൻ പോവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഡിന്നർ കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്കാണ് പോകുന്നത്. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോവാന്ന് വെച്ച സ്ഥലം റോസ് ഡൗൺ ആയിരുന്നു തൃശ്ശൂർ. അപ്പോൾ അവിടെ ഫുള്ളായതുകൊണ്ട് നമ്മൾ തൃശ്ശൂർ സെലക്ട് മാളിലുള്ള ഫ്ലെമിംഗോയിൽ പോകാൻ വെച്ചു. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ഫ്ലെമിംഗോയിലെത്തി. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് എന്നാണ് അവർ പറയുന്നത്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും റിസർവേഷനൊക്കെ ഫുള്ളാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഫ്ലെമിംഗോയിലെത്തിയത്. അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡ് ഓർഡർ ചെയ്തു. ഒരു സ്റ്റാർട്ടറും പിന്നെ ഒരു മെയിൻ കോഴ്സാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡ് ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടി കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് എനിക്കൊരു സർപ്രൈസ് കിട്ടിയത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമുക്കൊരു സർപ്രൈസ് തരുമ്പോൾ അതിനൊരു പ്രത്യേക വാല്യൂ ആയിരിക്കില്ലേ? അങ്ങനൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ എനിക്കിത്. ഞാനെന്തായാലും ഒരുപാട് ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. എൻ്റെ ഫുഡ് കഴിക്കൽ വേഗം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഫുഡിൻ്റെ ബാക്കി കൂടെ കണ്ണൂട്ടി കഴിക്കുന്നത്. അപ്പോൾ അവന് എപ്പോഴും ഉള്ളൊരു പരാതിയാണ്, എൻ്റെ ഫുഡിൻ്റെ ബാക്കി കഴിച്ച് ഞാനിങ്ങനെ തടി വെച്ചുകൊണ്ട് വരാറ്. അപ്പോൾ എങ്ങനെയുണ്ട് ഫുഡ്? കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെ മൺഡേ തൊട്ട് ജിമ്മിന് പോവാണോ? എന്തായാലും പോകണം. പിന്നെ അവിടെ നിന്ന് പോയത് വേഫി ഹൗസിലാണ് കേട്ടോ. അപ്പോൾ വേഫിലൊക്കെ ഓർഡർ ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ വേഗം ഇറങ്ങി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ വേഫി ഹൗസിൽ കയറിയിട്ടുണ്ടായി. ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അമ്മ വിളിച്ചത്. യാമി ചെറുതായിട്ട് കരയുന്നുണ്ട്, വേഗം പോയെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അത് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വേഗം അവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ച് പോന്നു. പിന്നെ കണ്ണൂട്ടിയുടെ സർപ്രൈസ് ഞാൻ ശരിക്കും സർപ്രൈസ് ആയിട്ടോ. എനിക്കറിയുണ്ടായിരുന്നില്ല. അവൻ കൈ കഴുകാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് പോയത് എൻ്റെ അടുത്തുനിന്ന്. പിന്നെ വരുമ്പോൾ ഒരാൾ ക്യാമറ പിടിച്ച് വരുന്നുണ്ട്. അപ്പം ഞാനിത് എന്താ സംഭവം? അപ്പം തന്നെ എനിക്ക് തോന്നി എന്തോ ഉണ്ട്. പിന്നെ റിങ് വന്നപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചിരി വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയായി. അതുപോലെ ഇന്ന് കാലത്തും എനിക്കിതുപോലെ തന്നു കേട്ടോ, ചോക്ലേറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. കാലത്തിൻ്റെ അടുത്ത് പറഞ്ഞു, കാലത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ആ ബെഡ് പില്ലോ ഒന്ന് പൊക്കി നോക്ക്, അതിൽ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പില്ലോ വെറുതെ ഒന്ന് പൊക്കി നോക്കിയപ്പോൾ അതിൽ കുറേ ചോക്ലേറ്റ്സ്. അപ്പം എന്താ പ്രത്യേകിച്ച് പറ്റിയെന്ന് അറിയില്ല. ഞാൻ കണ്ടിട്ട് ചോദിച്ചോട്ടെ, എന്താ കണ്ടോട്ടി എനിക്ക് തരാൻ? അപ്പോൾ എനിക്ക് അവിടെ വെച്ച് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞെങ്കിലും എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കാരണം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. സോ മച്ച്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മൾ ഡിന്നറും സർപ്രൈസും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ യാമി നല്ല വാശിയിലായിരുന്നു. അപ്പോൾ യാമിനെ ഞാൻ വേഗം കിടത്തി ഉറക്കിയിട്ടോ. അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.